Hi dears, welcome back to Ayshascreations. ഇന്നത്തെ റെസിപ്പി ക്രിസ്പി പടവലങ്ങ റിങ്സ് ആണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. അതുപോലെ പടവലങ്ങ കൊണ്ട് ഇത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്ന് തന്നെ നമുക്ക് സംശയം തോന്നും. അത്ര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പടവലങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പീലർ ഉപയോഗിച്ചിട്ടാണ് തൊലി കളയണത് കേട്ടോ. ഇതാണ് എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചിരണ്ടിയൊക്കെ എടുക്കൂലേ, അങ്ങനെയൊക്കെ എടുക്കണമെങ്കിൽ അങ്ങനെയൊക്കെ എടുക്കാം കേട്ടോ. ഇതാകുമ്പോൾ പെട്ടെന്ന് പണി കഴിയും. അപ്പോൾ ഇപ്പോൾ ഒരു പടവലങ്ങ തോരൻ്റെ റെസിപ്പി നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് വളരെ എളുപ്പത്തിൽ, അത് 2 മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് തോരൻ ഉണ്ടാക്കണേ എന്നുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ അത് കാണാത്തവരതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. പിന്നെ ഒരു പടവലങ്ങ ഒഴിച്ചുകറിയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ചോറിനോടൊപ്പം കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയായിരുന്നു. അതുപോലെ അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ അത് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ട് ഈ പടവലങ്ങയുടെ ഉള്ളിലുള്ള കുരുവൊക്കെ കളഞ്ഞ് വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഉണ്ടാകും ഇതുപോലെ വട്ടം കട്ട് ചെയ്ത് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി പടവലങ്ങ റിങ്സിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി ചേർക്കാം. ഈ അരിപ്പൊടി വറുത്ത അരിപ്പൊടി തന്നെയാണ് കേട്ടോ. നമ്മുടെ സാധാരണ അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന അരിപ്പൊടി തന്നെയാണ്. 1/4 കപ്പ് കടലമാവ്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. മുക്കാൽ കപ്പ് വെള്ളം വേണ്ടി വരും കേട്ടോ ഇതിന്. ഇനി നമ്മൾ ഈ കട്ട് ചെയ്തെടുത്തത് ഇതിനകത്തേക്ക് ഓരോന്ന് വെച്ചിട്ട് ഇന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഒരു ചീനിച്ചട്ടിയിൽ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഈ പടവലങ്ങ ഓരോന്നായിട്ട് നമുക്ക് ഈ എണ്ണയിലിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഒരു സൈഡൊന്ന് കുറച്ചൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ട് നല്ലൊരു ക്രിസ്പിയായി വരെ നമുക്ക് അറിയാൻ പറ്റും. ഈ ഇളക്കുമ്പോഴൊക്കെ നല്ലപോലെ എന്താ ഒരു നമുക്കത് ഉണ്ടാക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ആദ്യം ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ടിരിക്കുമ്പോഴും ആയിരിക്കും, പിന്നെ അതൊരു ക്രിസ്പിയായി വരും. അപ്പോൾ അത് നന്നായിട്ട് ക്രിസ്പിയായി വന്ന് ആ ഒരു കളറൊക്കെ നല്ലപോലെ ഒന്ന് ചേഞ്ചായി വരുമ്പോഴത്തേനും നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ ഒരുപാട് ചേഞ്ചായി അങ്ങോട്ട് കരിഞ്ഞു പോകാൻ പാകത്തിന് ഇട്ടേക്കരുത് കേട്ടോ. അതുപോലെ വലിയ ബർണറൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ഈ പറഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതായത് ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് കോരിയെടുക്കാം. അപ്പോൾ ഇതെല്ലാതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ടൊമാറ്റോ സോസ് ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ടൊമാറ്റോ സോസിൻ്റെ വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരതൊക്കെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അതുപോലെ ഇത് ചോറിനോടൊപ്പം ആണെങ്കിലും നമ്മൾ ഈ കൊണ്ടാട്ടമൊക്കെ കഴിക്കില്ലേ എന്ന് പറഞ്ഞ പോലെ കഴിക്കാനാണെങ്കിലും നല്ലത് തന്നെയാണ് കേട്ടോ. സ്നാക്കായിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ചായയോടൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസിലൂടെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷാസ് ക്രിയേഷൻസ്.